പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളായി ഞങ്ങളെ അതിനായിട്ട് അങ്ങ് വിളിക്കുന്നതിനോർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് പറഞ്ഞില്ലേ വെളിപാട് 3:22 ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അകത്ത് പ്രവേശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൂടെ വസിക്കാനുള്ള അങ്ങയുടെ ആഗ്രഹത്തെ എപ്പോഴും ഞങ്ങളോട് കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് കർത്താവെ അങ്ങ് കടന്നു വരുന്നല്ലോ. അങ്ങേ സ്വീകരിക്കാൻ വേണ്ടി ഏറ്റവും എളിമയോടെ ദാഹത്തോടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ, ജീവിതങ്ങളെ തുറക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദിവസങ്ങളിൽ അങ്ങയുടെ മക്കളുടെ കൂടെ സാന്നിധ്യം നൽകി അവരനുഗ്രഹിച്ച ചരിത്രങ്ങളും സംഭവങ്ങളും ഞങ്ങളുടെയും ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ മക്കളില് അങ്ങ് പ്രകടമാക്കണമേ. അതിനുവേണ്ടി ഹൃദയം തുറക്കാൻ, വാതിൽ തുറന്ന് അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. അമ്മ മാതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ വലിയ അഭിഷേകത്തിനായിട്ട് നിങ്ങൾ ഞങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ക്രിസ്തുമസിനായിട്ട് ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പുണ്യദിനങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. കർത്താവിന് സാന്നിധ്യം നൽകിക്കൊണ്ട് കർത്താവ് തന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന ഒത്തിരിയേറെ സംഭവങ്ങൾ ദൈവം തെരഞ്ഞെടുത്ത, ദൈവത്തോട് ചേർന്ന് നിന്ന അനേകം മക്കളെയൊക്കെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി. നമ്മള് വലിയ ദാഹത്തോടെ ഈ ഒരു സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തില്, നമ്മുടെ മക്കളില്, നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ജോലി, ബിസിനസ്, നമ്മുടെ വീടിരിക്കുന്ന മണ്ണ്, വസിക്കുന്ന ദേശം, ഇവിടെയൊക്കെ പ്രിയപ്പെട്ട മക്കളെ കർത്താവിന്റെ സജീവ സാന്നിധ്യം നിറയപ്പെടാൻ വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം കർത്താവിന്റെ സാന്നിധ്യം ഇല്ലാത്തിടത്ത്, ശ്രദ്ധിക്കണേ, കർത്താവിന്റെ സാന്നിധ്യം ഇല്ലാത്തിടത്ത് പൈശാചിക ശക്തികൾ അവൻ അടിഞ്ഞാടും. പ്രകാശം ഇല്ലാത്തിടത്ത് അന്ധകാരം വന്ന് നിറയുന്നത് പോലെ കർത്താവിന്റെ സാന്നിധ്യം ഇല്ലാത്തിടത്ത് പൈശാചിക സാന്നിധ്യം, ആധിപത്യം, ശക്തി വന്ന് നിറയും. അതുകൊണ്ട് തന്നെ ഈ ആഗമന കാലത്തില് കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ദേശത്തെയും ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം, പരിശുദ്ധ നമ്മുടെ അരികിലേക്ക് മാലാഖ കടന്നു വന്നിട്ട് അമ്മയുടെ ഏറ്റവും മഹനീയതയെ കുറിച്ച് പറയാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അതായത് കർത്താവ് കൂടെയുള്ളവൻ, അതാണ് അമ്മയുടെ ഏറ്റവും മഹനീയത. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവകൃപ നിറഞ്ഞു. കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞപ്പോ കർത്താവിന്റെ കൃപ അമ്മയിൽ നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമ്മയെ പോലെ കർത്താവിന്റെ സാന്നിധ്യത്താൽ നിറയപ്പെടുവാൻ നമുക്കിടയാകണം. ദൈവസന്നിധിയിൽ നീ സംപ്രീതി കണ്ടെത്തിയിരിക്കുന്നു. കേട്ടോ, ദൈവസന്നിധിയില് പ്രീതി കണ്ടെത്തി കർത്താവ് കൂടെ വസിക്കുന്ന ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മ, ഈ അമ്മയുടെ വലിയൊരു മാതൃക നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മാതാവ് എന്താ ചെയ്ത്? എന്നിട്ട് എന്താ പറഞ്ഞ്? വചനം യേശു അമ്മയിൽ മാംസം ധരിക്കും. കണ്ടോ, ദൈവത്തെ ധരിക്കാൻ, ദൈവത്തെ സ്വീകരിക്കാൻ ഭാഗ്യം ചെയ്തവളായിട്ട് സ്വർഗം തിരഞ്ഞെടുത്ത പരിശുദ്ധ അമ്മ. അമ്മ എന്താ പറഞ്ഞ മക്കളെ? നമ്മൾ അതിലേക്കാണ് ഇന്ന് ശ്രദ്ധിക്കണ്ടേ. അമ്മ എന്താ പറഞ്ഞേ? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ. ദൈവത്തിന്റെ ഹിതം എന്താണ്? വചനം മാംസം ധരിക്കും. കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിക്കപ്പെടും.
ആ സാന്നിധ്യം ഉറപ്പിക്കപ്പെടാൻ, ആ വചനമാകുന്ന യേശു ജീവിതത്തില് മാംസം ധരിക്കാൻ, ആ സാന്നിധ്യത്താൽ നിറയപ്പെടാൻ അമ്മ ചെയ്ത പ്രവൃത്തിയാണ് മക്കളെ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ ഹിതമാണ് നമ്മിൽ മാംസം ധരിക്കുന്നതുപോലെ നമ്മിൽ ഒന്നായി തീരുക. വചനം മാംസം ധരിച്ചു, നമ്മുടെ ഇടയിൽ വസിച്ചു. കണ്ടോ, വചനമാകുന്ന യേശു നമ്മിൽ മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിക്കാൻ തിരുമനസ്സാകുമ്പോ ആ ഹിതത്തിന്, ദൈവഹിതത്തിന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയെ പോലെ നമുക്ക് പറയാൻ പറ്റണം, മക്കളെ ഇതാ കർത്താവിന്റെ ദാസി. നമ്മൾ ഇന്ന് ഈ കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവിന് വേണ്ടി ആഗ്രഹിക്കാൻ, അതിനുവേണ്ടി തന്നെ തന്നെ സമർപ്പിക്കാൻ, കർത്താവിന്റെ ദാസനെ പോലെ, ദാസിയെ പോലെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ നമുക്കിടയാകണം. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും പറയില്ലേ, കർത്താവേ, ഐ സറണ്ടർ മൈസെൽഫ് ടു യു ആൻഡ് ഗിവ് മീ യു. കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എനിക്ക് അങ്ങയെ താ, അങ്ങയെ താ. ഈ ഒരു പ്രാർത്ഥന നമുക്കിത് വേണം. ഈ ആഗമനകാലത്തിന്റെ ചൈതന്യത്തില് കർത്താവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി, കർത്താവെ, എന്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യം എന്റെ കുടുംബത്തിൽ നിറയട്ടെ. നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അമ്മയോട് ചേർന്ന് പറയാം, ഇതാ കർത്താവെ നിന്റെ ദാസർ, ഇതാ കർത്താവെ നിന്റെ മക്കൾ, കർത്താവെ നിന്റെ പ്രിയപ്പെട്ട മകൻ ഞാൻ, അങ്ങയുടെ സാന്നിധ്യം എന്നിൽ നിറയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞാൽ നമ്മുടെ ജീവിതം അപ്പാടെ മാറും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, കർത്താവിന്റെ സാന്നിധ്യം നിറയും. പിന്നെ നമ്മുടെ ജീവിതം ആകപ്പാടെ മാറും. പഴയ നിയമത്തിലെ സാവൂള്, ആദിത്യ രാജാവ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ മറ്റൊരു മനുഷ്യനായിട്ട് മാറിയതുപോലെ ദൈവസാന്നിധ്യം നിറയുമ്പോ നമ്മളും, നമ്മുടെ മക്കളും, നമ്മുടെ കുടുംബവും, നമ്മുടെ ജോലി, ബിസിനസ്, പഠനം, ശുശ്രൂഷ ദൈവത്തിന്റെ സാന്നിധ്യം നിറയുമ്പോ മറ്റൊരു അവസ്ഥയിലേക്ക് മാറും. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകം ധ്യാനിക്കുക. എന്താണ്? കർത്താവിന്റെ സാന്നിധ്യം, കൂടെ വസിക്കുന്ന വലിയൊരു ആഗ്രഹം, ആ ഒരു ജീവിതം, ആ കൃപയുടെ നിറവ്. രണ്ട്, അതിനുവേണ്ടി അമ്മ ചെയ്ത പോലെ ദൈവത്തിനു വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒരു ദാസിയെ പോലെ, ദാസനെ പോലെ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് സമർപ്പിക്കാൻ ഇടയാകട്ടെ. ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ സന്നിധിയില് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളെ, പറഞ്ഞില്ലേ, നമ്മുടെ മക്കളിൽ ഈശോ നിറയണം, നമ്മുടെ കുടുംബത്തിൽ ഈശോ നിറയണം, നമ്മുടെ ജോലി, ബിസിനസ്, എല്ലാ ഉദ്യമങ്ങളും ഈശോ നിറയണം. ഈശോ നിറഞ്ഞില്ലെങ്കിൽ പിശാച് വരും, പ്രകാശം അല്ലെങ്കിൽ അന്ധകാരം കടന്നു വരും. അതുകൊണ്ട് അമ്മയുടെ മഹത്വം എന്താണ്? കർത്താവ് നിന്നോട് കൂടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, എന്റെ മക്കളുടെ കൂടെ അത് വേണം. അമ്മയും അപ്പനും എല്ലാവരും പ്രാർത്ഥിക്കും. എന്റെ മകന്റെ കൂടെ, എന്റെ മകളുടെ കൂടെ, എന്റെ പ്രിയപ്പെട്ടവന്റെ കൂടെ, എന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം വേണം. കർത്താവ് കൂടെ ഉണ്ടാവണം. കർത്താവെ, അങ്ങ് കൂടെയില്ലെങ്കിൽ പൈശാചിക ശക്തികൾ, അന്ധകാര ശക്തികൾ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കും. അതുകൊണ്ട് കർത്താവേ, കർത്താവേ നിന്റെ ദാസൻ, കർത്താവേ നിന്റെ ദാസി, കർത്താവേ നിന്റെ മക്കൾ, കർത്താവേ നീ തന്ന മക്കൾ, കർത്താവേ നീ തന്ന ജീവിത പങ്കാളി, കർത്താവേ നീ തന്ന മാതാപിതാക്കൾ, കർത്താവേ നീ തന്ന പ്രിയപ്പെട്ടവര് സമർപ്പിക്കുക. കർത്താവേ നിന്റെ സാന്നിധ്യം നിറയട്ടെ, പ്രകാശം നിറയട്ടെ, അന്ധകാരം മാറിപ്പോകട്ടെ, മറ്റെല്ലാ പൈശാചിക ശക്തികൾ നീങ്ങിപ്പോകട്ടെ. ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയില് നമുക്ക് ഏറ്റവും എളിമയോടെ പ്രാർത്ഥിക്കാം. മക്കളെ, നമ്മെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലാത്തതുപോലെ തന്നെ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, തിന്മയുടെ സ്വാധീനങ്ങള്, പൈശാചിക ശക്തികള് ഞങ്ങളുടെ കുടുംബത്തെ, മക്കളെ കീഴ്പ്പെടുത്തും. കർത്താവേ, പ്രകാശമില്ലാത്തിടത്ത് അന്ധകാരം നിറയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും മക്കളിലും അങ്ങില്ലാതെ പോയാൽ ലോകത്തിന്റെ പ്രകാശമായ
അങ്ങില്ലാതെ പോയാൽ അന്ധകാരം നിറയും. ഈശോയെ, ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് അമ്മയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവകൃപ നിറഞ്ഞവളും കർത്താവ് കൂടെ ഉള്ളവളും ആണ് പരിശുദ്ധ അമ്മ. ഞങ്ങളുടെ ജീവിതങ്ങളും അതുപോലെ ആക്കുവാനാണല്ലോ അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഞങ്ങളുടെ കൂടെ വസിക്കുവാൻ, ഞങ്ങളിൽ വസിക്കുവാൻ, ദിവ്യകാരുണ്യമായിട്ട്, ജീവനപ്പമായിട്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, വലിയ സ്നേഹത്തോടെ ഞങ്ങളെ തന്നെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ, കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ വീടിനെ, വീടിരിക്കുന്ന മണ്ണിനെ, ജോലി മേഖലകളെ, ഞങ്ങളുടെ മക്കളുടെ പഠനത്തെ, വളർച്ചയെ, എല്ലാ മേഖലകളെയും എല്ലാ മക്കളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, അങ്ങയുടെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയാൽ നിറയപ്പെട്ടാൽ, പ്രകാശത്താൽ നിറയപ്പെട്ടാൽ അന്ധകാരം ഒരിക്കലും ഞങ്ങളിലോ ഞങ്ങളുടെ മക്കളിലോ കുടുംബത്തിലോ കർത്താവെ നിറയപ്പെടില്ല, കടന്നു വരില്ല. വലിയ 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 അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ നിറയട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ. നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. കർത്താവേ, ഞങ്ങൾക്കത് മതി. അങ്ങുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രകാശമുണ്ട്, അങ്ങുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവനുണ്ട്, അങ്ങുണ്ടെങ്കിൽ അന്ധകാരം കടന്നു വരില്ല, അങ്ങുണ്ടെങ്കിൽ പൈശാചിക ശക്തികൾ ഞങ്ങളെ കീഴ്പ്പെടുത്തില്ല. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സാന്നിധ്യത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളുടെ മക്കളെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, യുവമക്കളെ, കുഞ്ഞുമക്കളെ, ജീവിത പങ്കാളി, മാതാപിതാക്കള്, സഹോദരങ്ങള്, അമ്മായിയപ്പൻ, അമ്മായിയമ്മ, മരുമക്കള്, എല്ലാവരെയും കർത്താവിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ, ഇതാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസർ, നിന്റെ വചനം പോലെ ഞങ്ങളിൽ അങ്ങ് നിറയണമേ. വചനം മാംസം ധരിച്ച് ഞങ്ങളുടെ ഇടയിൽ വസിച്ച അഭിഷേകം കർത്താവേ ഞങ്ങൾക്ക് നൽകണം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ നിറയണം. പരിദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഈശോയെ, ഞങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കുള്ള സകലതിനെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്താൽ, അങ്ങയുടെ ശക്തിയാൽ, അങ്ങയുടെ ജീവന്റെ സമൃദ്ധിയാൽ, അങ്ങയുടെ പ്രകാശത്തിന്റെ പൂർണ്ണതയാൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിറയ്ക്കണമേ. അതിനുവേണ്ടി എല്ലാവരും വ്യക്തിപരമായിട്ട് ഈശോയോട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും സമർപ്പിച്ച മക്കളെ, ഈശോ വന്നാൽ ആറാത്ത പ്രശ്നമില്ല മക്കളെ. ഒത്തിരിയേറെ മക്കളെ കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഒത്തിരി ഓരോ ദിവസവും അനേക മക്കളെ വിളിക്കുന്ന മക്കളുടെ നൊമ്പരം, അവിടെ അവസ്ഥ, പരീക്ഷയ്ക്ക് പഠിക്കണില്ല, മൊബൈൽ അടിമത്തം, കൂട്ടുകെട്ട്, പൈശാചിക പ്രവൃത്തികള്, ഭയങ്കര വാശിയും, ഒച്ചപ്പാട്, ബഹളം, പ്രാർത്ഥനയില് 100,000 കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഒറ്റ പരിഹാരമുള്ളൂ, ഈശോയുടെ സാന്നിധ്യം. ഈശോ തന്നെ പ്രാർത്ഥിക്കും മക്കളെ. കർത്താവിന്റെ സാന്നിധ്യം ഉറപ്പിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആശീർവാദ സമയത്ത് എല്ലാ മക്കളും നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വീടും എല്ലാ ഇടങ്ങളും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ, ദൈവിക സാന്നിധ്യത്താൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. യേശുവേ നന്ദി കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ.